നമസ്കാരം. പുതിയ വീഡിയോ വീണ്ടും കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ്. ഇന്ന് നമ്മൾ KFC വോളിയം 1 നാലാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ഗവൺമെൻറ് ജീവനക്കാരുടെ ക്ലെയിമുകളും അവരിൽ നിന്നുള്ള റിക്കവറികളുമാണ്. ഇപ്പം നമ്മൾ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏത് തസ്തിക സൃഷ്ടിക്കുന്നതിനോ ആ തസ്തിക നിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നതിനോ ഉള്ള അധികാരം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അഡീഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊരു വാക്കിവിടെ നമുക്ക് കാണാം ഈ ചാപ്റ്ററിൽ. അഡീഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധിക ജീവനക്കാർ എന്നാണ്. ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്നത് ചില പ്രത്യേക തസ്തികകളെ കുറിച്ചാണ്. അപ്പോൾ അതിലൊന്നാണ് സൂപ്പർ ന്യൂമററി തസ്തിക. അപ്പോൾ സൂപ്പർ ന്യൂമററി തസ്തിക എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടേ, ഒരു നിഴൽ തസ്തികയാണ് ശരിക്കും. അതായത് ഒരു നിർദ്ദിഷ്ട ആവശ്യത്തിലേക്കായിട്ട് ഒരു നിർദ്ദിഷ്ട കാലയളവിലേക്ക് സാധാരണയായി തസ്തിക സൃഷ്ടിക്കാറുണ്ട്. സൂപ്പർ ന്യൂമററി തസ്തിക എന്നാണ് അതിന് പറയുന്നത്. അതിപ്പോൾ ആർക്കു വേണ്ടിയിട്ടാണോ ആ തസ്തിക സൃഷ്ടിക്കപ്പെട്ടത്, അയാളെ സംബന്ധിച്ച ആ തസ്തിക അയാളുമായി ബന്ധപ്പെട്ടായിരിക്കുന്നതും അങ്ങനെ ആ തസ്തികയിൽ മറ്റൊരു ഓഫീസറെ നിയമിക്കാൻ പാടില്ലാത്തതും ഇത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ് വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലീന് നിലവിൽ അവിടെ ഒരു ഒഴിവില്ലാത്ത സാഹചര്യത്തിലായിരിക്കും ഇങ്ങനെ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നത് പിന്നെ ഗവൺമെൻറ്റാണ്. അപ്പം ഞാൻ ഈ സൂപ്പർ ന്യൂമററി തസ്തിക മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഒരു ഏകദേശം 2020 കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്ത് സ്പോർട്സ് രംഗത്ത് മികവ് പുലർത്തിയവർക്ക് നിയമനം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ നിയമനം കൊടുക്കാൻ വേണ്ടി നേരിട്ട് ഡയറക്റ്റാണ്, ത്രൂ PSC അല്ല. അപ്പോൾ അതിന് തക്ക നേരിട്ട് നിയമനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ സർക്കാർ ഒരു 10-40ഓളം, കൃത്യമായ എണ്ണം എനിക്ക് ഓർമ്മയില്ല, സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിച്ചതിന് ശേഷം ഇവരെ ക്ലറിക്കൽ കേഡറിൽ നിയമിച്ചു. വിവിധ വകുപ്പുകളിൽ ക്ലറിക്കൽ കേഡറിൽ ഇവരെ നിയമിച്ചു. അങ്ങനെ അവരെ നിയമിച്ചതിന് ശേഷം ഇതൊരിക്കലും PSC നിയമനമല്ല. എന്നാൽ ഈ സ്പോർട്സ് രംഗത്ത് മികവ് പുലർത്തിയവരെ നിയമിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ സൂപ്പർ ന്യൂമററി തസ്തികകളായിട്ട് നിർദ്ദിഷ്ട എണ്ണം തീരുമാനിച്ചതിന് ഗവൺമെൻറ് ഡിസിഷൻ എടുത്തതിന് ശേഷം അവരെ നിയമിച്ചു. അവർക്ക് ശമ്പളമൊക്കെ കൃത്യമായി കിട്ടി. പിന്നെ അവരെ കുറേ കാലഘട്ടത്തിന് ശേഷമാണ്, എനിക്ക് തോന്നുന്നത് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ സർവീസിൽ റെഗുലറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സൂപ്പർ ന്യൂമററി തസ്തിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൂപ്പർ ന്യൂമറിയിൽ നിന്ന് ഒരു നിർദ്ദിഷ്ട കാലം കഴിയുമ്പോൾ അവർ റെഗുലർ തസ്തികയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമനത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തസ്തിക സൃഷ്ടിക്കുന്നതാണ് ഇത് ശരിക്കും. യഥാർത്ഥത്തിൽ ഒരു ഓഫീസിൽ ഒരു സൂപ്പർ ന്യൂമററി തസ്തിക എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ഓഫീസിൽ ആ പോസ്റ്റ് ഉണ്ടായിരിക്കില്ല. പുതിയതായിട്ട് ഒരു സൂപ്പർ ന്യൂമററി തസ്തിക അവിടെ സൃഷ്ടിച്ചതാണ്. ആ ഓഫീസിലെ യഥാർത്ഥത്തിലുള്ള ഒരു വേക്കൻസി അല്ല ഈ സൂപ്പർ ന്യൂമററി തസ്തിക എന്ന് പറയും. കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റിൽ കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങൾ വരുത്തലുകളോ നടത്താറുണ്ട്. അപ്പോൾ ചില ജീവനക്കാരുടെ എണ്ണം ചില സന്ദർഭത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അത്തരം സന്ദർഭങ്ങളിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ
നമ്മൾ ഓഫീസിൽ നിന്ന് അതിൻ്റെ നിർദ്ദേശങ്ങൾ മേലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിലവിലുള്ളതോ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതോ ആയ നിർദ്ദേശങ്ങളായിട്ട് പോകണം. അങ്ങനെയുള്ള തസ്തികയുടെ ശമ്പളം വാർഷിക ഇൻക്രിമെന്റുകൾ മുഖേന മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് ഉയർന്നാൽ കേരള സർവീസ് ചട്ടങ്ങൾ പ്രകാരമുള്ള ശരാശരി പ്രതിമാസ ചെലവ്, പിന്നെ നമ്മളെ അധിക ചെലവ്, ഇപ്പം നമ്മൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഉള്ള അധിക ചെലവ്, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നിർദ്ദേശങ്ങളായിട്ട് ആദ്യം സമർപ്പിക്കണം. താൽക്കാലിക നിയമനത്തിനോ മറ്റൊരു കാര്യം, പ്രധാനമായിട്ടും ഈ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യം പറയുമ്പോൾ ജീവനക്കാരെ പറ്റിയൊക്കെ പറയുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളാണ് പറയുന്നത്. ഒരു താൽക്കാലിക നിയമനത്തിനോ എസ്റ്റാബ്ലിഷ്മെന്റിനോ നൽകുന്ന അനുമതി അത് എത്ര കാലത്തേക്കാണെന്ന വിവരം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് സാധ്യമല്ലാത്ത പക്ഷം അനുമതി 6 മാസത്തിലൊരിക്കൽ പുതുക്കേണ്ടതാണ്. ഒരു താൽക്കാലിക നിയമനം ഒരു ഓഫീസിലേക്ക് നടത്തുമ്പോൾ നമ്മൾ ഈ നടത്തുന്ന സമയത്ത് തന്നെ എത്ര കാലത്തേക്കാണ് ഈ താൽക്കാലിക നിയമനം എന്ന് ശരിക്കും അതിന് കൃത്യമായ ഒരു വിവരം അതിനെപ്പറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കൃത്യമായ പീരീഡ് നേരത്തെ തീരുമാനമില്ല എങ്കിൽ, ഒരു ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ താൽക്കാലിക നിയമനം എന്ന് പറയുന്നത് 6 മാസത്തേക്കായിരിക്കും. പിന്നീട് വീണ്ടും അങ്ങനെ ഒരു നിശ്ചിതമായ സമയത്തെ പറ്റി രൂപം ഇല്ലെങ്കിൽ വീണ്ടും നമ്മളത് 6 മാസം കഴിയുമ്പോൾ പുതുക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു അപേക്ഷ കൊടുത്തു, പിന്നെ തുടരാൻ അപേക്ഷ കൊടുത്തു, അങ്ങനെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റ് തുടരാൻ പാടില്ല. ഈ താൽക്കാലിക ജീവനക്കാരെ അവർക്ക് 6 മാസത്തിന് ശേഷം വീണ്ടും അനുമതി കിട്ടും എന്ന രീതിയിൽ തുടരാൻ പാടില്ല. അത് അനുമതി പുതുക്കേണ്ട ആവശ്യമുള്ളപ്പോൾ എന്ത് വേണം? കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി നോൺ ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റുകളെ സെക്ഷനാക്കി തിരിക്കുക. സെക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു വലിയ കൂട്ടം ജീവനക്കാരുടെ ഒരു എന്താ പറയണ്ട ഗ്രൂപ്പാണ് ഈ സെക്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോൺ ഗസറ്റഡ് വിഭാഗത്തിലാണെങ്കിൽ 12-ന് താഴെ ക്ലർക്കുമാരുള്ള ഒരു ഓഫീസിനെ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ ഒരു സിംഗിൾ സെക്ഷനായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ വലിയ ഓഫീസുകളിൽ മിനിസ്റ്റീരിയൽ സർവീസിലുള്ള അംഗങ്ങളെ സൂപ്രണ്ട്, ജൂനിയർ സൂപ്രണ്ട്, UD ക്ലർക്ക്, LD ക്ലർക്ക് എന്നിവ പല ഇതുള്ളപ്പോൾ അവയെ ഓരോ ക്ലാസ്സോ ഗ്രേഡോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. സെക്ഷനാക്കി പല സെക്ഷനുകളാക്കി തിരിക്കാവുന്നതാണ്. ഇനി ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, പിന്നെ ലീവ് സാലറി, അതുപോലെയുള്ള പേയ്മെന്റുകളൊക്കെ തന്നെ അവർക്ക് ആ മാസം കഴിയുമ്പോഴാണ് അത് ഡ്യൂ ആകുന്നത്. എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തെ സാലറി ഡ്യൂ ആകുന്നത് ജനുവരി 31-ന് ശേഷമാണ്. ആ 31 വൈകുന്നേരവും കഴിഞ്ഞാൽ മാത്രമേ പിറ്റേ ദിവസമാണ് അത് ശരിക്കും ഡ്യൂ ആകുന്നത്. ഇപ്പം ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം ഫുൾ ടൈം, പാർട്ട് ടൈം, കണ്ടിൻജന്റ് ജീവനക്കാരുടെയും വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റിന്റെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ ഒരു മാസത്തെ ശമ്പളം തൊട്ടടുത്ത മാസത്തെ ആദ്യത്തെ 3 ദിവസങ്ങളിലായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പല കാറ്റഗറി, വിദ്യാഭ്യാസം, റവന്യൂ, പോലീസ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിലാണ് നമ്മളുടെ സർക്കാർ സർവീസ് നിൽക്കുന്നത്. ആ സർക്കാർ സർവീസിലുള്ള എല്ലാ ജീവനക്കാർക്കും ശമ്പളം നൽകുന്നത് ഡ്യൂ ആയതിനു ശേഷമുള്ള ആദ്യത്തെ 3 ദിവസങ്ങളിലാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കുന്നവരെന്ന് പറയുന്ന വിഭാഗമുണ്ട്, സെക്കൻഡ് വർക്കിംഗ് ഡേയിൽ കൊടുക്കുന്നവരുണ്ട്, തേർഡ് വർക്കിംഗ് ഡേയിൽ കൊടുക്കുന്നവരുണ്ട്. അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 തീയതികളിൽ എന്ന് പറഞ്ഞുകൂടാ, ഒന്നാമത്തെ പ്രവൃത്തി ദിവസം, രണ്ടാമത്തെ പ്രവൃത്തി ദിവസം, മൂന്നാമത്തെ പ്രവൃത്തി ദിവസങ്ങളിലായിട്ടാണ് ഈ എല്ലാ ജീവനക്കാരുടെയും ശമ്പളവും അലവൻസുകളും കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറയാനുള്ളത്, ഈ ഭാഗിക ശമ്പളം ചില അവസരങ്ങളിൽ ഈ ഡ്യൂ ആകാൻ മാസം അവസാനം വരെ കാത്തിരിക്കാതെ ഭാഗിക ശമ്പളം നൽകാവുന്നതാണ്. അതിന് പാർട്ട് പേയ്മെന്റ് എന്ന് പറയും. ഞാൻ ഉദാഹരണ സഹിതം പറയാം. പാർട്ട് പേയ്മെന്റ്, അതിന് അവസാനം വരെ കാത്തിരിക്കേണ്ട. ഇപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ജീവനക്കാരൻ ഡെപ്യൂട്ടേഷനിലോ പിന്നെ
അവധിയോ വെക്കേഷനോ ഒക്കെ ആയിട്ട് ലീവായിട്ട് പിന്നെ വിദേശത്തേക്ക് പോവുകയാണ് എന്ന് വിചാരിക്കാം. ഡെപ്യൂട്ടേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയൊരു അപ്പൻഡിക്സ് 12 ഏതെങ്കിലും ഒരു ലീവ് എടുത്താണെങ്കിൽ, ഇപ്പോൾ ഒരു ജീവനക്കാരൻ ജൂൺ 10-ാം തീയതി വരെ ജോലി ചെയ്തു, അയാൾ പോവുകയാണ്, ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ജൂൺ 10-ാം തീയതി വരെയുള്ള ശമ്പളം അയാൾക്ക് വേണ്ടി ക്ലെയിം ചെയ്യാം. അതിന് ജൂൺ 30 വരെ കാത്തിരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ചില പർട്ടിക്കുലർ കേസുകളുണ്ട്. അതിനാണ് നമ്മൾ പാർട്ട് പേയ്മെന്റ് എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു നോൺ ഗസറ്റഡ് തസ്തികയിൽ നിന്നും ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രൊമോഷൻ നൽകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ അന്തിമമായി സർവീസ് ഉപേക്ഷിക്കുകയോ അന്യ സർവീസിലേക്ക്, ഒരു ഫോറിൻ സർവീസിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ ആ ചെയ്ത തീയതി അല്ല പ്രൊമോഷൻ ആയ തീയതി വരെയുള്ള ശമ്പളം അയാൾക്ക് മാസാവസാനം വരെ കാത്തിരിക്കാതെ നൽകാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ജൂലൈ 12-ാം തീയതി ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ 12-ാം തീയതി വരെ അയാൾ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അയാൾ 12-ാം തീയതി വൈകുന്നേരം തൻ്റെ ഹൈസ്കൂൾ അധ്യാപക സ്ഥാനത്ത് നിന്ന് റിലീവ് ചെയ്തു. പിന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഇത് പറയുന്നത്, ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്ന തസ്തിക ഗസറ്റഡ് തസ്തികയാണ്. അപ്പം നോൺ ഗസറ്റഡിൽ നിന്ന് ഗസറ്റഡിലേക്കാണ് അയാൾ പോയത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജൂലൈ 31-ന് ശേഷം വരെ ഇയാൾക്ക് ഈ 12 ദിവസത്തെ സാലറി കൊടുക്കാൻ കാത്തിരിക്കേണ്ടതില്ല. അയാൾക്ക് 12-ാം തീയതി ജൂലൈ 12 വരെ അയാൾ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് ആ സമയത്തെ സാലറി അയാൾക്ക് ഉടൻ തന്നെ കൊടുക്കാവുന്നതാണ്, പാർട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ജൂലൈ 31 വരെ കാത്തിരിക്കേണ്ടതില്ല. ഈ ജൂലൈ 12 വരെയുള്ള സാലറി കൊടുത്താൽ മാത്രമേ അയാൾക്ക് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് LPC പോലെയുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ പാർട്ട് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇത്തരം ചില കാര്യങ്ങളിൽ പാർട്ട് പേയ്മെന്റ് അനുവദിക്കാറുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രഷറിയിൽ നമ്മൾ ശമ്പളവും അലവൻസുകൾക്കുള്ള ബില്ലുകൾ അവ പണമാക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് 3 പ്രവൃത്തി ദിവസം മുമ്പായിട്ട് ട്രഷറിയിൽ സമർപ്പിക്കണം. ഇപ്പം നമുക്കറിയാം, സ്പാർക്കിലാണ് ബില്ലുകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ട്രഷറിയിൽ നമ്മൾ സമർപ്പിക്കുന്നത് പോലും ഓൺലൈനിലായിട്ടാണ്, ഡിജിറ്റൽ സിഗ്നേച്ചറാണ് നമ്മൾ ഇടുന്നത്. കാര്യങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിവേ, ഇപ്പോഴും ഓൺലൈനായിട്ട് ബില്ലുകൾ നേരത്തെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഇനി ശമ്പളത്തിൽ ഒരു ഇൻക്രിമെന്റ് നമ്മൾ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നോൺ ഗസറ്റഡ് ഓഫീസർമാർ ഇൻക്രിമെന്റിന് അർഹരാകുമ്പോൾ ഡ്രോയിങ് ഓഫീസർ അവ ഡ്രോ ചെയ്യുകയും പേ ബില്ലിലെ പ്രസക്തമായ ഭാഗത്ത് ചുവന്ന മഷിയിൽ ഇൻക്രിമെന്റ് റേസിംഗ് ദ പേ ഫ്രം ടു വിത്ത് എഫക്റ്റ് ഫ്രം ഓതറൈസ്ഡ് ആൻഡ് നോട്ടഡ് ഇൻ ദ സർവീസ് ബുക്ക് എന്ന് രേഖപ്പെടുത്തുകയും വേണം. ഇത് നേരത്തെയുള്ള ഒരു പ്രൊസീജിയറാണ്. എല്ലാ ഇൻക്രിമെന്റുകളും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇങ്ങനെ ഒരു വാചകം സാധാരണ നമ്മൾ മാനുവലായിട്ട് ബില്ല് തയ്യാറാക്കുന്ന സമയത്ത് എഴുതുമായിരുന്നു. അതായത് ഇൻക്രിമെന്റ് റൈസിംഗ് ദ പേ ഫ്രം ടു വിത്ത് എഫക്റ്റ് ഫ്രം ഓതറൈസ്ഡ് ആൻഡ് പിന്നെ നോട്ടഡ് ഇൻ ദ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ ഇൻക്രിമെന്റ് ഈ പേയിൽ നിന്ന് ഈ പേയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന തീയതിയിൽ. ഇപ്പോൾ അത് സ്പാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാണ്. എങ്കിൽ പോലും അത് മാനുവൽ ഡയറക്ഷൻ കൊടുത്തിട്ട് മാത്രമാണ് അങ്ങനെ സ്പാർക്കിൽ അത്തരത്തിൽ ഇൻക്രിമെന്റ് നമ്മൾ ഓതറൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇൻക്രിമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു രജിസ്റ്റർ ഫോറം നമ്പർ 9A എന്ന് പറയുന്ന ഫോറത്തിൽ ഇൻക്രിമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു രജിസ്റ്റർ പിന്നെ ഓഫീസിലെ എല്ലാ ഡ്രോയിങ് ഓഫീസർമാരും സൂക്ഷിക്കേണ്ടതാണ്. അതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഇനി ഗസറ്റഡ് ഓഫീസർമാർ ചാർജ് കൈമാറുന്നത് സാധാരണഗതിയായിട്ട് RTC എന്ന ഒരു ഫോമിലാണ്. അതായത് അതിൻ്റെ പേര് RTC എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ്. ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ 2 പേരെ ഒപ്പിടാനുള്ള ഒരു ഫോമാണിത്, ഈ RTC, റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ്. ഈ RTC എന്ന് പറയുന്നത് ജോയിന്റ് റിപ്പോർട്ടായിട്ട് ഉപയോഗിക്കാം, റിലീവിംഗ് ഓർഡറായിട്ടും ഉപയോഗിക്കാം. ഇതിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ഒരു സ്ഥാപനത്തിൽ ചെല്ലുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ സ്ഥാപനത്തിൽ ഓൾറെഡി ഒന്നുകിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ചാർജ് വഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ അവിടെ ഈ ഗസറ്റഡ് ഓഫീസറുടെ ചാർജ് വഹിക്കുന്നുണ്ടാവും. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് RTC. ഈ RTCയിൽ രണ്ടുപേരും, അതായത് പുതിയതായി ചാർജ് എടുക്കുന്നയാളും ഒപ്പിടണം, നേരത്തെ അവിടെ ചാർജിൽ ഉണ്ടായിരുന്നയാളും ഒപ്പിടണം. അതിലൊരാളെ റിലീവ്ഡ് ഓഫീസർ എന്നും ഒരാളെ റിലീവിംഗ് ഓഫീസർ എന്നും പറയും. റിലീവിംഗ് ഓഫീസർ എന്ന് പറയുന്നത് പുതിയതായി ചാർജ് എടുക്കാൻ വന്ന ഓഫീസറാണ്. റിലീവ്ഡ് ഓഫീസർ എന്ന് പറയുന്നത് അവിടെ ആ ചാർജ് നഷ്ടപ്പെടുന്നത് ആരാണോ അതാണ് റിലീവ്ഡ് ഓഫീസർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു സ്ഥലത്ത് ഇവിടുന്ന് റിലീവ് ചെയ്തു പോകുമ്പോൾ ഇദ്ദേഹം ഈ ഇപ്പം ജോയിൻ ചെയ്ത ഓഫീസർ റിലീവ്ഡ് ഓഫീസറാവും. അപ്പോൾ ഒരു RTCയിൽ റിലീവിംഗ് ഓഫീസറും റിലീവ്ഡ് ഓഫീസറും ഉണ്ടായിരിക്കും. ഇവർ രണ്ടുപേരും ഒപ്പിട്ടാണ് റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് തയ്യാറാക്കുന്നത്. ഈ ചാർജ് കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പിന്നെ ഫോറം നമ്പർ 7-ലാണിത്. അത് കൺട്രോളിംഗ് ഓഫീസർക്കും AGക്കും ഒക്കെ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി രണ്ടുപേർക്കും, ചാർജ് ഒഴിയുന്ന ഓഫീസർക്കും ചാർജ് ഏറ്റെടുക്കുന്ന ഓഫീസർക്കും ഒരുമിച്ച് ഒപ്പുവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഒപ്പുവെച്ച് ഇത് ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ RTCയിൽ മേലുദ്യോഗസ്ഥന്റെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണ്. ഇനി വേറൊരു വിധത്തിൽ പറഞ്ഞാൽ RTC മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. RTC ആണ് ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ഗസറ്റഡ് ഓഫീസറാണ് കേട്ടോ. ഗസറ്റഡ് ഓഫീസർമാർ ജോയിൻ ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള പ്രൂഫാണ് ശരിക്കും RTC. അല്ലെങ്കിൽ ആ ഓഫീസിൽ നിന്നും അദ്ദേഹം വിടുതൽ ചെയ്തു, റിലീവ് ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ കൂടിയാണ് ഈ RTCയിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഒപ്പിടും, ജോയിൻ ചെയ്യുന്നയാളും റിലീവ് ചെയ്യപ്പെട്ടു പോകുന്നയാളും. അതിനാണ് റിലീവ്ഡ് ഓഫീസർ എന്നും റിലീവിംഗ് ഓഫീസർ എന്നും നമ്മൾ പറയുന്നത്. ഇനി കൗണ്ടർ സിഗ്നേച്ചർ, ഈ RTCയിൽ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത കുറച്ച് പേരുണ്ട്. അത് വകുപ്പ് തലവന്മാരും ജില്ലാ കളക്ടർക്കും ഈ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ല. ചാർജ് അവർക്ക് നേരിട്ട് ഏറ്റെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ടുപേരും ഒപ്പിട്ടാൽ, ഇപ്പൊ സ്ഥാനം ഒഴിയുന്ന ഓഫീസറും സ്ഥാനം ഏറ്റെടുക്കുന്ന ഓഫീസർമാരും യോജിച്ച് ചാർജ് കൈമാറ്റ റിപ്പോർട്ടിൽ ഒപ്പിട്ടിട്ടുള്ളപ്പോൾ റിപ്പോർട്ടിന്റെ പകർപ്പ്, അതിന്റെ കോപ്പി ഒരു കവർ ലെറ്റർ വെച്ചിട്ട് അക്കൗണ്ടന്റ് ജനറലിന് നമ്മൾ അയച്ചു കൊടുക്കണം. എപ്പോഴും ഒരു കത്തോട് കൂടി AGക്ക് അയച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഗസറ്റഡ് ഓഫീസർമാർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു എല്ലാ കൺട്രോളിങ്ങും അവിടെ ഗസറ്റഡ് ഓഫീസർമാരുടെ കൺട്രോളിംഗ് ഒക്കെ AGക്കാണ്. അപ്പോൾ AGയുടെ അടുത്ത് ആണ് ഇതിന്റെ റെക്കോർഡൊക്കെ AG സൂക്ഷിക്കുന്നുണ്ട്. ഗസറ്റഡ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഓരോ ഗസറ്റഡ് ഓഫീസറെ സംബന്ധിച്ചും AGയുടെ കൈവശം ഉണ്ടാവും. അപ്പൊ AG കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കേണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് AG എന്ത് ചെയ്യുന്നത്, ഈ ഇദ്ദേഹത്തിന് ഗസറ്റഡ് ഓഫീസർക്ക് വേണ്ട പേ സ്ലിപ്പ് തയ്യാറാക്കുന്നത്. ആ പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഗസറ്റഡ് ഓഫീസർക്ക് ശമ്പളം വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ AGയുടെ ഓതറൈസേഷനിലുള്ള പേ സ്ലിപ്പ് വേണം അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓരോ ഗസറ്റഡ് ഓഫീസർമാർക്കും സാലറി വിഡ്രോ ചെയ്യാൻ വേണ്ടി. ഇനി മറ്റൊരു സംസ്ഥാനത്ത് അവധി ശമ്പളമോ അല്ലെങ്കിൽ ലീവ് സാലറിയോ മറ്റ് അലവൻസുകളോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ ചാർജ് കൈമാറിയാൽ ഉടനെ റിപ്പോർട്ട് സഹിതം 2 സ്പെസിഫിക് സിഗ്നേച്ചർ സഹിതം ഏത് സ്ഥലത്താണോ ഈ പേയ്മെന്റ് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെ ആധികാരികതയുള്ള അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. മറ്റൊരു സംസ്ഥാനത്ത് പേ ആൻഡ് അലവൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരെ പറ്റിയാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇനി ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവരുടെ ഒരു സാലറി, പ്രതിഫല അവധി ലീവ് സാലറി ആയാലും അല്ലെങ്കിൽ സാലറി ആയാലും അതിനൊക്കെ അയാൾക്ക് എങ്ങനെ അർഹതയുണ്ട്. ആ മരണപ്പെട്ട ദിവസം വരെയുള്ള സാലറിക്ക് അവർ അർഹരാണ്. ഒരു മരണപ്പെട്ട ദിവസം വരെ എന്ന് പറഞ്ഞാൽ മരിച്ച സമയം എപ്പോഴും നോക്കില്ല, ആ ദിവസം വരെ. ഇപ്പോൾ ഒരു ജീവനക്കാരൻ രാവിലെ 8 മണിക്ക് മരണപ്പെട്ടു. രാവിലെ 8 മണിക്ക് മരണപ്പെട്ടാൽ ആ ദിവസം പൂർണ്ണമായിട്ട്, ആ ഏത് ദിവസമാണോ മരണപ്പെട്ട ആ ദിവസം പൂർണ്ണമായിട്ട് ഉള്ള സാലറി അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഇനി നമ്മൾ പറയാനുള്ളത് ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചാണ്. ട്രാവലിംഗ് അലവൻസ് ബില്ല്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി അതിന് TA ബിൽ എന്ന് പറയും. അപ്പോൾ TA ബില്ലിൽ സാധാരണ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഒരു കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ള ഗസറ്റഡ് ഓഫീസറെ ട്രാവലിംഗ് അലവൻസ് ബില്ലുകളുടെ സംഗതി അവ നൽകുന്നതിന് മുമ്പ് കൺട്രോളിംഗ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്താണ്.
സാധാരണഗതിയിൽ ടി എ ബില്ലുകളിലെ കൺട്രോളിംഗ് ഓഫീസർ, പ്രത്യേകിച്ച് ഗസറ്റഡ് ഓഫീസറുടെ ട്രാവലിംഗ് അലവൻസ് ആണെങ്കിൽ ടി എ ബില്ലിലെ കൺട്രോളിംഗ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതാണ്. ഈ കൗണ്ടർ സൈൻ ആവശ്യമില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അത് മന്ത്രിമാര് ടി എ ബില്ലിന് കൗണ്ടർ സൈൻ ആവശ്യമില്ല. ടി എ ബില്ലുകളെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ. മന്ത്രിമാര്, പി എസ് സി ചെയർമാൻ, ഹൈക്കോടതി ജഡ്ജി, അസംബ്ലി സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് സെക്രട്ടറി, റവന്യൂ ബോർഡ് അംഗങ്ങൾ, അഡീഷണൽ സെക്രട്ടറി, കളക്ടർമാര്, വകുപ്പ് തലവന്മാർ, ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻമാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും ടി എ ബില്ലുകൾക്ക് കൗണ്ടർ സൈൻ ആവശ്യമില്ല. ടി എ ബില്ല് കൗണ്ടർ സൈൻ ചെയ്യുന്നതിന് അധികാരപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും, കൗണ്ടർ സൈൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ അവരുടെ ഓഫീസിൽ ഒരു പ്രത്യേക ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കണം. അങ്ങനെ ചെക്ക് രജിസ്റ്റർ സൂക്ഷിച്ചാൽ മാത്രമേ ഈ ടി എ ഉള്ള ഡബിൾ ക്ലെയിമിന്റ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഒരു തവണ ക്ലെയിം ചെയ്ത അതേ സാധനം തന്നെ വീണ്ടും ക്ലെയിം ചെയ്തു വരാനുള്ള സാധ്യതയ്ക്കുണ്ട്. അത്തരത്തിലുള്ള ഇരട്ട പേയ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഓരോ ഓഫീസിലും കൗണ്ടർ സൈൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുള്ള ഓഫീസിൽ അവര് ഒരു ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. അതാണ് നമ്മൾ പറയാൻ. ഇനി നമ്മൾ പറയാനുള്ളത് ഈ വാറന്റുകളെ കുറിച്ചാണ്. വാറന്റിനെ കുറിച്ചുള്ള പിന്നെ വിശദീകരണം നമ്മൾക്ക് ഒന്ന് നോക്കാം. അത് രണ്ട് തരം വാറന്റുകളെ പറ്റി പറയാനുണ്ട്. ഈ വാറന്റ് എന്ന് പറയുന്നതിന് അത് റെയിൽവേ വാറന്റ് ഉണ്ട്, പിന്നെ ബസ് വാറന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ റെയിൽവേ വാറന്റ്, ബസ് വാറന്റ് ആയാലും ശരി, ടിക്കറ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് ശരിക്കും ഈ വാറന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടിക്കറ്റിന്റെ വില വാറന്റ് ഇഷ്യൂവറിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കും. ഇത് ശരിക്കും ഔദ്യോഗിക യാത്രകൾക്കും അവധിക്കാല യാത്രകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. നമ്മൾ ഈ ബസ് വാറന്റ് അതിന് വേണമെങ്കിൽ നമുക്കൊരു യാത്രാ പാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സർക്കാർ ജീവനക്കാർ ഉപയോഗിക്കാറുണ്ട്, പോലീസ് ഉപയോഗിക്കാറുണ്ട്. അവർക്കൊക്കെ ഡ്യൂട്ടി സംബന്ധമായ യാത്രകൾക്കാണ് ഈ വാറന്റുകൾ നൽകുന്നത്. ഇപ്പൊ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ പോലീസിനും പ്രതികൾക്കും ഉപയോഗിക്കാം വാറന്റ്. കാരണം ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ടിക്കറ്റ് ആവശ്യമുണ്ട് എവിടെ യാത്ര ചെയ്താലും. അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ ടിക്കറ്റ് വേണ്ടാതെ അവർക്ക് വാറന്റ് അവർക്ക് നൽകിയാൽ മതി. ഈ വാറന്റ് പിന്നെ യാത്ര ചെയ്യുമ്പോൾ വാറന്റ് കണ്ടക്ടർക്ക് നൽകണം. ഇപ്പൊ കണ്ടക്ടർ ആ വാറന്റ് മേടിച്ചിട്ട് പകരം ടിക്കറ്റ് നൽകും. ഇതിന്റെ തുക സർക്കാർ പിന്നീട് KSRTCക്ക് നൽകും. ഈ വാറന്റുകളെല്ലാം KSRTCയുടെ തലപ്പത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഈ വാറന്റുകൾ എല്ലാം സർക്കാരിന് ബില്ലായിട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ വാറന്റുകൾക്ക് പണം നൽകും. അപ്പോൾ വാറന്റ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പണം നൽകേണ്ടതില്ല, വാറന്റ് കണ്ടക്ടർ കൊടുത്താൽ മതി. ഇതൊരു ഔദ്യോഗിക രേഖയാണ്. അതിന് പകരം കണ്ടക്ടർ എന്ത് ചെയ്യും? വാറന്റ് പൈസ പോലെ മേടിച്ചു വെച്ചതിന് ശേഷം ടിക്കറ്റ് നൽകും. ഈ റെയിൽവേ വാറന്റും അങ്ങനെ തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കോ മറ്റോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി നൽകുന്ന യാത്രാ രേഖയാണ് ഇത്. ഇതിന്റെ ഉപയോഗരീതി, റെയിൽവേ വാറന്റിന്റെ ഉപയോഗരീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നിങ്ങളുടെ പക്കൽ ഒരു വാറന്റ് കിട്ടിയിട്ടുണ്ടാവും. അത് നേരിട്ട് ട്രെയിൻ ടിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. റെയിൽവേ വാറന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നേരിട്ട് ട്രെയിനിന്റെ ടിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. യാത്രയ്ക്ക് മുമ്പ് ഇത് റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറിൽ വാറന്റ് നൽകി അത് ടിക്കറ്റായി മാറ്റണം. വാറന്റ് റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറിൽ നൽകിയിട്ട് അത് ടിക്കറ്റായി നൽകണം. അതിനുവേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ വാറന്റിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് കിട്ടും. വാറന്റിൽ പറഞ്ഞിട്ടുണ്ടാവും AC ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ, അല്ല സെക്കൻഡ് AC ആണോ, സ്ലീപ്പർ ആണോ എന്നൊക്കെ വാറന്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ടിക്കറ്റിലേക്കുള്ള ടിക്കറ്റ് അവിടെ വാറന്റ് നമ്മൾ അവിടെ കൊടുക്കുക, ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമ്മൾ റിസർവേഷൻ കൗണ്ടറിൽ, ടിക്കറ്റ് കൗണ്ടറിൽ പണം നൽകേണ്ടതില്ല. പണം നൽകുന്നതിന് പകരമായിട്ട് നമ്മൾ വാറന്റാണ് കൊടുത്തിട്ടുള്ളത്. വാറന്റ് അവിടെ സ്വീകരിക്കും. ഈ ടിക്കറ്റ് തുക ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും റെയിൽവേ പിന്നീട് ഈടാക്കുക ചെയ്യുക. ഇതെല്ലാം
കളക്ട് ചെയ്ത് ഈ വാറന്റുകൾ, റെയിൽവേ വാറന്റുകൾ എല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ച് പിന്നീട് നമ്മൾ ഈ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് റെയിൽവേ ആ പണം മേടിച്ചോളും. നമ്മൾ ഈ വാറന്റ് മാത്രം നൽകിയാൽ മതി. ഇതാണ് വാറന്റ്. ഇതിന് ശരിക്കും നമ്മൾ മറ്റ് യാത്രകൾ പോലെ തന്നെ നമ്മൾ പിന്നെ വാറന്റ് നൽകുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും ID കാർഡ് സൂക്ഷിക്കേണ്ടതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഈ വാറന്റ് വെച്ചിട്ട് വാറന്റ് തൽക്കാൽ ബുക്കിങ്ങിന് സമ്മതിക്കാറില്ല. തൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ വാറന്റ് കൊണ്ട് സമ്മതിക്കാറില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് വാറന്റിനെ പറ്റി നല്ല ധാരണയുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറയുന്നില്ല, അവിടെ നിർത്താം നമ്മൾ. ഇത് സാധാരണ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും സർക്കാർ എക്സൈസ് വകുപ്പിലെ ഓഫീസർമാർക്ക് ഔദ്യോഗിക ചുമതലയിൽ സഞ്ചരിക്കുമ്പോൾ വകുപ്പ് 87 പ്രകാരമുള്ള മോട്ടോർ വാറന്റിന്റെ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. മോട്ടോർ വാറന്റിലാണ് ബസ് വാറന്റ് എന്നൊക്കെ പറയുന്നത്. മോട്ടോർ വാറന്റിന്റെ ആനുകൂല്യം അവർക്ക് എക്സൈസ് വകുപ്പിനൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണഗതിയിൽ ഒരു ടൂർ നടത്തിയാൽ, ടൂർ എന്നുള്ള യാത്ര എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. സർക്കാർ ജീവനക്കാരെ ടൂർ നടത്തുമ്പോൾ അവർക്ക് ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് നൽകാറുണ്ട്. അപ്പൊ അത് സാധാരണഗതിയിൽ പിന്നെ അത്യാവശ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അതിന് യോഗ്യതയുള്ള ഒരു അധികാരിക്ക് വേണമെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചറിലേക്കായിട്ട് അഡ്വാൻസ് അനുവദിക്കാറുണ്ട്. ഈ അഡ്വാൻസ് വകുപ്പ് തലവന് സ്വന്തമായിട്ട് അഡ്വാൻസ് സാങ്ഷൻ ചെയ്യാം. വകുപ്പ് തലവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ TA ആയിട്ട് അദ്ദേഹത്തിന് തന്നെ ഇത് സ്വന്തമായിട്ട് സാങ്ഷൻ ചെയ്യാവുന്നതാണ്. ഇനി സാധാരണഗതിയിൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള ബില്ലിൽ നിന്നുള്ള കിഴിവുകളാണ്. ശമ്പള ബില്ലിൽ നിന്ന് പ്രധാനമായിട്ട് ഇപ്പം നിലനിൽക്കുന്ന കിഴിവുകളെ പറ്റി പറഞ്ഞാൽ, 1 പ്രൊവിഡന്റ് ഫണ്ട്, 2 സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, 3 ഗ്രൂപ്പ് ഇൻഷുറൻസ്, പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ മെഡിസെപ്പ്, പിന്നെ വേറെ സ്ഥിരമായിട്ട് വരുന്ന കേസുകളൊന്നുമില്ല. LIC നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് നിർബന്ധമായിട്ട് സാലറിയിൽ ചെയ്യണമെന്നില്ലാത്തതാണ്. പിന്നെ ആക്സിഡന്റ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷത്തിൽ ഒരു തവണ ഡിഡക്റ്റ്, ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ബില്ലുകളിൽ നടത്താറുണ്ട്. അപ്പോൾ പ്രോവിഡന്റ് ഫണ്ട് കിഴിവുകളെ സംബന്ധിച്ച് എല്ലാ ഓഫീസ് തലവന്മാരും വിതരണ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രോവിഡന്റ് ഫണ്ടിൽ ചേർന്നാലുടൻ സാധാരണഗതിയിൽ അവരുടെ സർവീസ് ബുക്കിൽ മുകളിൽ അവരുടെ അക്കൗണ്ട് നമ്പർ, ഒരു പ്രോവിഡന്റ് ഫണ്ടിൽ ചേർന്നാലുടൻ ഏതൊരു ജീവനക്കാരനും ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും. അത് രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് ഡിഡക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ഫണ്ട് കിഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ആദ്യം സർവീസ് ചേരുന്നയാൾ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യണം. അതിൽ എല്ലാ ഡിഡക്ഷൻസിൻ്റെയും നമ്പറുകളും അത് ബന്ധപ്പെട്ട കാര്യങ്ങളും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. പിന്നെ ഒരു ഓഫീസിലേക്ക് മറ്റൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ അവർക്ക് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റും സർവീസ് ബുക്കും ഒപ്പം ആ ഓഫീസിലേക്ക് അയച്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഏത് ഫണ്ടിലേക്ക് ഡിഡക്റ്റ് ചെയ്താലും അത് ഓരോ ഓഫീസിലും, ഇപ്പം ശമ്പളം നൽകുന്ന ഓരോ ഓഫീസിലും ആ ആ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരുകൾ എന്നൊക്കെയുള്ള ലിസ്റ്റ് വെക്കണം. ഇപ്പോൾ ഗ്രൂപ്പ് അല്ല പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഫീസിലെ എല്ലാ ഓഫീസർമാരുടെയും പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള ഡിഡക്ഷൻ, അവരുടെ നമ്പർ, ഓരോ മാസവും ഉണ്ടായ എമൗണ്ട്, അവർ ലോൺ റീഫണ്ട് ഉണ്ടെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു രജിസ്റ്റർ ഏതിനും, ഇപ്പോൾ SLIക്കായാലും PFനായാലും ഗ്രൂപ്പ് ഇൻഷുറൻസിനായാലും ഒക്കെ തന്നെ ഓരോന്നിനും കൃത്യമായ രജിസ്റ്ററുകൾ ബന്ധപ്പെട്ട ഓഫീസിലുള്ള ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിട്ടുള്ള ഡിഡക്ഷൻസ്, മന്ത്ലി ഡിഡക്ഷൻസ് സൂചിപ്പിക്കുന്ന രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഓരോ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്ന ജീവനക്കാരാണെങ്കിൽ അവരെ ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. അവരുടെ എമൗണ്ട്, ഡിഡക്ഷൻസിൻ്റെ സംഖ്യയിൽ മാറ്റങ്ങൾ വന്നാൽ അതെല്ലാം ഈ രജിസ്റ്ററിൽ, ലിസ്റ്റിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കേണ്ടതാണ്. മറ്റൊരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ജീവനക്കാരന്റെ ശമ്പളം വിതരണം ചെയ്യുന്ന ഏതൊരു വിതരണ ഉദ്യോഗസ്ഥന് അതിൽ നിന്നുള്ള ആദായ നികുതി കുറയ്ക്കേണ്ടതാണ്. നമ്മൾ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മൾ ആന്റിസിപ്പേറ്ററി ഇൻകം ടാക്സ് കണക്ക് കൂട്ടിയിട്ട് ഓരോ മാസവും ആ സാലറിയിൽ നിന്ന് ഇൻകം ടാക്സ് പിടിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന്, ആർക്കാണ്? ശമ്പള വിതരണ ഉദ്യോഗസ്ഥനാണ്, DDOയ്ക്കാണ്.
അത് എന്ന് പറയുന്നത് അത് DDO പിടിക്കേണ്ടത് ആ സാലറി, അദ്ദേഹം കൊടുക്കുന്ന സാലറി വെച്ച് കണക്ക് കൂട്ടുക ഒരു വർഷത്തെ. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം എത്ര ഉണ്ടാവും, അത് കൂടുതലായാലും കുഴപ്പമില്ല, അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഈ ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം ഓരോ മാസവും. അത് DDOയുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എൻ്റെ പേരിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള അവകാശം ഉദ്യോഗസ്ഥനില്ല, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഫൈന്, ഇൻകം ടാക്സ് അടയ്ക്കാത്തതിനുള്ള ഫൈൻ അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ഈ DDOയ്ക്ക് ആയിരിക്കും. പക്ഷെ നമ്മളെ കാര്യം എന്താ വെച്ചാൽ അയാൾക്ക് വേറെ വരുമാനമുണ്ട്, വേറെ ഇൻകം ഉണ്ട്, അതൊന്നും ഈ DDO നോക്കേണ്ടതില്ല. DDO കൊടുക്കുന്ന സാലറി മാത്രം കണക്ക് കൂട്ടി അയാളുടെ ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം DDO. എന്നാൽ അയാൾക്ക് മറ്റു വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം, ആ ഓഫീസർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അവിടെ കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കോളും. അല്ലാതെ ഒരു ഓഫീസറുടെ എല്ലാ വരുമാനവും ചകഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ മുഴുവൻ ഡിഡക്ഷൻസ് DDO നടത്തേണ്ടതില്ല. DDO നടത്തേണ്ടത് DDO നൽകുന്ന പേ ആൻഡ് അലവൻസിൻ്റെ മാത്രം കണക്ക് കൂട്ടിയിട്ട് ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം ഓരോ മാസവും. അത് DDOയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും അധികാരത്തിലും പെട്ട കാര്യമാണ്. മറ്റൊന്ന്, സഹകരണ സംഘങ്ങളിലേക്ക് നമ്മൾ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ പോയി ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി KSFE പോലെയുള്ള സ്ഥാപനങ്ങളിൽ ലോൺ എടുക്കും. അല്ലെ നമ്മളെ ബന്ധു ലോൺ എടുത്തു, അവർക്ക് നമ്മൾ ജാമ്യം നിന്നു, അവരടച്ചില്ല, അപ്പോൾ റിക്കവറി നോട്ടീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്തരത്തിൽ റിക്കവറി നോട്ടീസുകൾ വന്നാൽ ആയത് ഡിഡക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം DDOയ്ക്കും ഉണ്ട്, ട്രഷറി ഓഫീസർക്കും ഉണ്ട്. അപ്പോൾ ജാമ്യക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ലോൺ എടുത്തയാളെ അത് അടുത്ത മാസം അങ്ങനെ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അത് റിക്കവറി ചെയ്തേ മതിയാവും. അവസാനം ട്രഷറി ഓഫീസർ നേരിട്ട് ബില്ല് തടയുന്ന സാഹചര്യമൊക്കെ വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ഒക്കെ, സഹകരണ സംഘങ്ങളിലേക്കുള്ള ഡിഡക്ഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കുള്ള ഡിഡക്ഷൻസ് ഒക്കെ DDO നടത്താൻ നിർബന്ധിതനാണ്. അത് നിയമപരമാണ്. ഇനി കോടതി അറ്റാച്ച്മെന്റ് പറഞ്ഞിരിക്കുന്ന ചില കേസുകൾ ഉണ്ടാവും. കോടതി പറയാണ് സാലറിയിൽ നിന്ന് റിക്കവറി നടത്താൻ വേണ്ടി കോടതി ഉത്തരവ് മുഖേനമുള്ള ചില അറ്റാച്ച്മെന്റ് ഒക്കെ വരും. ആ അറ്റാച്ച്മെന്റിൽ നിന്ന് ചില കാര്യങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു സാലറിയുടെ 1/3 കൂടുതൽ ഒരാളുടെ സാലറിയിൽ നിന്ന് റിക്കവറി ചെയ്യരുതെന്നാണ് പറയാറ്. കാരണം അവർക്ക് ജീവിക്കാനുള്ള പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കി തുകയിൽ നിന്ന് തുക മാത്രമേ റിക്കവറി നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഇനി കോടതി മുഖേനയുള്ള അറ്റാച്ച്മെന്റിന് ബാധകമല്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ട്രാവലിംഗ് അലവൻസിൽ നിന്ന് കോടതി പറഞ്ഞാലും അറ്റാച്ച് ചെയ്യാൻ പാടില്ല. കൺവെയൻസ് അലവൻസ് ഒന്നും പാടില്ല. യൂണിഫോം റേഷൻ അലവൻസ് പറ്റില്ല. കോമ്പൻസേറ്ററി അലവൻസ് പറ്റില്ല. വീട്ടുവാടകയിൽ നിന്ന് ഡിഡക്ഷൻസ് നടത്താൻ പാടില്ല. സ്റ്റൈപ്പൻഡുകൾ, ഗ്രാറ്റുവിറ്റി എന്നിവയിൽ നിന്ന് കോടതി അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും നടത്താൻ പാടില്ല. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് തുകയിൽ നിന്ന്, പിന്നെ ശമ്പളമായി നൽകുന്ന DAയുടെ ഭാഗത്തിൽ നിന്നും ഡിഡക്ഷൻസ് നടത്താൻ പാടില്ല. കോടതി അറ്റാച്ച്മെന്റ് മൂലമുള്ള ഡിഡക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഗവൺമെന്റ് ജീവനക്കാരന്റെ വേതനത്തിനായുള്ള ഒരു ബില്ലിൽ പണം നൽകുമ്പോൾ കോടതി മുഖേന അറ്റാച്ച് ചെയ്തിട്ടുള്ള തുക ഉണ്ടെങ്കിൽ, കോടതി റിക്കവറി നടത്താൻ പറഞ്ഞിട്ടുള്ള തുക ഉണ്ടെങ്കിൽ, അതാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള തുക എന്ന് പറയുന്നത്. ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? അത് റിക്കവറി ചെയ്യേണ്ടതാണ്. പ്രത്യേക ബിൽ പ്രകാരം ശമ്പളം കൈപ്പറ്റാത്ത ഒരു ജീവനക്കാരനാണെങ്കിൽ, അതായത് ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാരുടെ കൂടിയിട്ടുള്ള ഒരു ബില്ല് സമർപ്പിക്കും. ഇപ്പോൾ ഒരു ഓഫീസിൽ 20 പേരുണ്ട്, പക്ഷെ അതിലൊരാൾക്ക് കോടതിയുടെ റിക്കവറി ഉണ്ടെങ്കിൽ ആ 20 പേരുടെയും കൂടി ബില്ല് ആ ഓഫീസിൽ ഒരുമിച്ചായിരിക്കും സമർപ്പിക്കുക, ഒറ്റ ബില്ലായിരിക്കും. അത്തരം ബില്ലുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഉത്തരവാദിത്വം ശമ്പള വിതരണ ഉദ്യോഗസ്ഥന്, ഉത്തരവാദിത്വം ആ ഓഫീസ് മേധാവി എന്ന് പറയുന്ന ശമ്പള വിതരണ ഉദ്യോഗസ്ഥനായിരിക്കും. കാരണം അത് അങ്ങനെ ഒരു ബില്ല് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ബില്ലുകൾ, ഇപ്പോൾ ഗസറ്റ് ഓഫീസർമാരുടെ ഒക്കെ ഓരോ ബില്ലും ഓരോ സെപ്പറേറ്റ് ബില്ലുകളാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഒരു റിക്കവറി കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രഷറി ഓഫീസർ റിക്കവർ ചെയ്യണം. അല്ല ഒരു വലിയ ഗ്രൂപ്പ് ബില്ല്, ഒരു ഓഫീസിലെ മൊത്തം ബില്ലിൽ പോകുന്ന ഒരു റിക്കവറി ആണെങ്കിൽ ആ റിക്കവറി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഓഫീസ് മേധാവി അഥവാ പിന്നെ DDO നിർവഹിക്കേണ്ടതാണ്.
അപ്പോൾ ഞാൻ ഈ നാലാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, 8ാമത്തെ എപ്പിസോഡാണ് KFCയുടെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഡിസ്കസ് ചെയ്യും. ഞാൻ ഈ ഇടുന്ന വീഡിയോകളൊക്കെ തന്നെ പിന്നെ പ്ലേലിസ്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ താഴോട്ട് പോയാൽ പ്ലേലിസ്റ്റ് എന്ന് കാണാം. ആ പ്ലേലിസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ KFCയുടെ ഒരെണ്ണം വരും. ആ KFCയുടെ ഒരു വീഡിയോയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് KFCയുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് കിട്ടും. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ പേപ്പറുകളും. ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ പേപ്പറുകളും പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് വേണം ഇത് നോക്കാൻ. അപ്പോൾ ഒരു എപ്പിസോഡും മിസ്സാവാതെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ട് ഇടയ്ക്ക് ഞാൻ എപ്പോഴേലുമൊക്കെ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കേൾക്കുന്നവർ പിന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ വീഡിയോയുടെ താഴെ വളരെ കുറഞ്ഞ കമൻറ്റുകൾ കാണുന്നുള്ളൂ. കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ പല യൂട്യൂബ് ക്ലാസ്സൊക്കെ ചിലപ്പോൾ കേൾക്കുന്നവരായിരിക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ കേൾക്കുന്നവർ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ബാക്കിയുള്ള ജീവനക്കാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ഈ ക്ലാസ് പൂർണ്ണമായിട്ട് ഞാൻ KFC മിക്കവാറും പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ KFCയുടെ പേപ്പർ ഫുള്ളായിട്ട് ഇടും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.